ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് നന്ദി രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ഹൃദയത്തിൽ നന്ദിയുടെ ഒരു ചെറിയ കണത്തിനെ ഉണർത്തുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെ പോലും ആകർഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ വീഡിയോയിൽ എങ്ങനെ നന്ദി നമുക്ക് ആഗ്രഹങ്ങളെ ആകർഷിക്കുവാനുള്ള ഒരു ശക്തിയായി മാറുന്നുവെന്നും അതുവഴി നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമാക്കാമെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. ഇതിൻ്റെ അവസാനമാണ് നമ്മൾ അതിൻ്റെ ടെക്നിക്കുകളെ കുറിച്ച് വിവരിക്കുന്നത്, യഥാർത്ഥമായ ടെക്നിക്കുകളെ കുറിച്ചിട്ട്. എന്താണ് നന്ദി? നന്ദി എന്നത് നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയും അതിന് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ്. ഇതൊരു വെറും വാക്കോ ചിന്തയോ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തമായ വികാരമാണ്. നമ്മൾ കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോസിറ്റീവ് കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുകയും നെഗറ്റീവ് ചിന്തകൾ നമ്മെ വിട്ടു പോവുകയും ചെയ്യും. ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം കാണുമ്പോൾ പലർക്കും രണ്ട് തരത്തിലാണ് ചിന്തകൾ വരിക. ചിലർ ചിന്തിക്കും അതിൽ പകുതിയേ വെള്ളമുള്ളൂ എന്ന്, പകുതി ഒഴിഞ്ഞതായി കാണും. എന്നാൽ മറ്റു ചിലർ അതിൽ പകുതി വെള്ളമുണ്ടല്ലോ എന്ന് കാണും. അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്കൊരു കാര്യത്തിനെ കാണാൻ കഴിയും. ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആകർഷിക്കുന്ന കാര്യങ്ങളും. എല്ലാറ്റിനും അതിൻ്റേതായ, എല്ലാ വികാരങ്ങൾക്കും നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റേതായ ചില സ്വാധീനങ്ങളുണ്ട്. സന്തോഷം, സ്നേഹം, സമാധാനം എന്നിവയെല്ലാം ഉയർന്ന വൈബ്രേഷൻസ് ഉള്ള വികാരങ്ങളാണ്. അതുപോലെ തന്നെ നന്ദി രേഖപ്പെടുത്തൽ, നടന്നു കഴിഞ്ഞ നല്ല കാര്യങ്ങളോടുള്ള നമ്മുടെ നന്ദി നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ അവയും ഉയർന്ന വൈബ്രേഷൻസ് പുറത്തേക്ക് വിടുന്നു. ഈ പോസിറ്റീവായ വൈബ്രേഷൻസ് പ്രപഞ്ചത്തിൽ അതിൻ്റേതായ പ്രതിധ്വനികൾ ഉണ്ടാക്കുകയും മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. നിങ്ങൾ എന്താണോ പുറത്തേക്ക് നൽകുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന കാര്യങ്ങളും. അതുപോലെ തന്നെ നന്ദിയുടെ വൈബ്രേഷൻസ് നിങ്ങൾ പുറത്തേക്ക് വിട്ടു തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടെന്ന് കരുതുക. ഒരു പുതിയ ജോലി, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം, സാമ്പത്തിക അഭിവൃദ്ധി, അല്ലെങ്കിൽ നല്ല ആരോഗ്യം, ഇങ്ങനെ വല്ലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നന്ദി പ്രകടിപ്പിക്കാൻ തുടങ്ങുക. അതായത് ആ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ നന്ദി പറയുക? അതുപോലെ ഇപ്പോൾ തന്നെ ആ കാര്യം നേടി കഴിഞ്ഞ പോലെ, അല്ലെങ്കിൽ അതെന്തായാലും നിങ്ങൾക്കുള്ളതാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഉറച്ച വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ്. എനിക്ക് ഈ ജോലി ലഭിച്ചതിന് നന്ദി, എൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്നേഹമുള്ള ഒരാൾ വന്നതിന് നന്ദി, എനിക്ക് ലഭിച്ച സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് നന്ദി, എൻ്റെ നല്ല ആരോഗ്യത്തിന് നന്ദി. ഇങ്ങനെ ഓരോ കാര്യത്തിനും നിങ്ങൾ ദിവസവും രാവിലെ എണീക്കുമ്പോഴും അതുപോലെ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ടും നന്ദി രേഖപ്പെടുത്തുക പ്രപഞ്ചത്തിനോട്. ഇത് തുടക്കത്തിൽ ചെയ്യുമ്പോൾ നമുക്കൊരു വിലയും തോന്നില്ല, വെറും വാക്കുകളല്ലേ എന്ന്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നന്ദി പറയുമ്പോൾ, ആത്മാർത്ഥത, ഉള്ളിൽ നിന്ന് ഫീലിങ്സ്, ആ നന്ദിയുടെ ഫീലിങ്സ് വരണം. അപ്പോഴാണ് അതിന് പവർ ഉണ്ടാവും. ഇങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായതായിട്ട് സങ്കല്പിക്കുക. അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്ദി പറയുന്ന പോലെ ഇപ്പോൾ തന്നെ നിങ്ങൾ നന്ദി പറയുക. ഈ ശക്തമായ വിശ്വാസം അല്ലെങ്കിൽ വികാരം നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കാൻ സഹായിക്കും. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുക? ഇതാ ചില വഴികൾ. ദിവസവും നമ്മൾ ഒരു ഡയറി എടുത്ത് നമുക്ക് അന്നന്ന് ലഭിച്ച, വൈകുന്നേരം ചെയ്താൽ മതി, അന്നന്ന് ലഭിച്ച കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെക്കുറിച്ച് നന്ദി എഴുതുക. നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. നമുക്കന്ന് നല്ലൊരു ഫ്രണ്ടിനെ കാണാൻ പറ്റി, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നടന്നു, എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം കിട്ടി, ഇതിന് നമ്മൾ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. അതുപോലെ തന്നെ വൈകുന്നേരമോ രാവിലെ എണീറ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉണർന്നെഴുന്നേറ്റതിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തുക മനസ്സിൽ. അത് വളരെ ശക്തമായ വൈബ്രേഷൻസ് പ്രപഞ്ചത്തിലേക്ക് വിടും.
അതുപോലെ മറ്റുള്ളവർ നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ അവരോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. ഓരോ നല്ല നിമിഷവും ശ്രദ്ധയോടെ ആസ്വദിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുക. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വരികയും ഒരു പോസിറ്റിവിറ്റി നമുക്ക് തോന്നുകയും അതുപോലെ തന്നെ നമ്മളിലേക്കും അതുപോലെ നല്ല കാര്യങ്ങൾ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓർക്കുക, നന്ദി എന്നതൊരു മാന്ത്രിക വിദ്യ എന്നല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തകളെയും മനോഭാവത്തെയും പോസിറ്റീവായി മാറ്റാനുള്ള ഒരു ശക്തിയാണ്. നിങ്ങളെ കാണുന്നവർക്കും നിങ്ങൾ പോസിറ്റീവായി തോന്നുകയും നിങ്ങളിൽ പോസിറ്റീവ് വികാരങ്ങൾ അവർ ഫീൽ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ നിങ്ങളോട് ആകർഷണം തോന്നുന്നത്. നിങ്ങൾ കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമൃദ്ധിയും സമാധാനവും നിറയും. ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെ ഓർത്ത് എന്തായാലും എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടായിരിക്കും. അതോർത്ത് നന്ദി സ്വയം പ്രകടിപ്പിക്കുക. ദൈവത്തിനോടോ പ്രപഞ്ചത്തിനോടോ, ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിനോട്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട്, പ്രകൃതിയോട് പറയുക, എനിക്കിതെല്ലാം കിട്ടിയതിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു എന്ന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.